മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എച്ച് ഡി പൈപ്പിൽ എങ്ങനെയാണ് നമ്മൾ ത്രെഡ് കൊടുക്കുന്നത്, ത്രെഡ് അടിക്കുന്നത് എന്നാണ്. നമുക്ക് ജി ഐ പൈപ്പിലൊക്കെ ത്രെഡ് അടിക്കുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷേ ഈ പി വി സി എച്ച് ഡി പൈപ്പിൽ നമ്മൾ എങ്ങനെയാണ് ഇത് ത്രെഡ് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പം വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കത് അടിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതേപോലെ പി വി സി പൈപ്പ്, ഗേജുള്ള പി വി സി പൈപ്പിൽ നമുക്ക് ഇതേ മെത്തേഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ത്രെഡ് അടിക്കാൻ സാധിക്കും. ത്രെഡ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ നോക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു എച്ച് ഡി പൈപ്പ് കാണാം. ഇതിൽ നമ്മൾ ജി ഐൻ്റെ സോക്കറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിതിൽ ത്രെഡ് ചെയ്യുന്നത്. 1 ഇഞ്ചിൻ്റെ തന്നെ ജി ഐൻ്റെ ത്രെഡ് സോക്കറ്റ് കൊണ്ടാണ് നമ്മൾ ഇതിൽ ത്രെഡ് അടിക്കുന്നത്. ഇപ്പോൾ ഈ എച്ച് ഡി പൈപ്പിൽ നോക്കി കാണാൻ നിങ്ങൾ കയ്യിൽ ത്രെഡ് അടിച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പൈപ്പ് കട്ട് ചെയ്തിട്ട് ശേഷം നമ്മൾ ഈ ജി ഐ കറക്റ്റ് നമ്മൾ ഇതിൽ വെച്ച് കൊടുക്കുക. പിരിവെട്ടാണ്ടും വളരെ നല്ല രീതിയിൽ നമ്മൾ ഒരു പൈപ്പ് റേഞ്ച് ഉപയോഗിച്ചിട്ട് നമ്മൾ തിരിച്ചു കൊടുക്കുകയാണ്. നമ്മൾ നേരെ തിരിച്ച് ടൈറ്റാക്കി കയറ്റി കഴിയുമ്പോൾ പൈപ്പ് റേഞ്ച് ഉപയോഗിക്കാം. പൈപ്പ് റേഞ്ച് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇത് കറക്റ്റായിട്ട് ചെയ്യണം. കുറച്ച് ക്ഷമയോട് കൂടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ നല്ലപോലെ നമുക്ക് ത്രെഡ് അടിക്കാൻ സാധിക്കും. ത്രെഡ് അടിക്കാനാണ് ഇതേപോലെ നമ്മൾ പൈപ്പ് റേഞ്ച് ഉപയോഗിച്ചിട്ട് വളരെ സാവധാനത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ നമുക്ക് FT ഒക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനും ജോയിൻ്റ് അടിക്കാനും നമ്മുടെ പല പല ആവശ്യങ്ങൾക്ക് നമ്മുടെ ഐഡിയക്കൊത്ത് നമുക്ക് പി വി സി ആയിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പി വി സി പൈപ്പുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എച്ച് ഡി പൈപ്പ് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൽ കുറച്ച് മറ്റേ ത്രെഡ് സീലോട് ചുറ്റി കഴിഞ്ഞാൽ നമുക്ക് ജോയിൻ്റ് അടിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പം ഇതിൻ്റെ നടുക്കൊരു പി വി സിൻ്റെ കഷ്ണം ഇടുകയാണെങ്കിൽ നമുക്ക് ജോയിൻ്റ് അടിക്കാം. ഇവിടെ ജോയിൻ്റ് അടിച്ച് പറഞ്ഞ് ഞാൻ കാണിച്ചു തരാം. കണ്ടില്ല, എച്ച് ഡി പൈപ്പിൽ നമ്മൾ ജോയിൻ്റ് അടിച്ചേക്കുവാണ്. 2 FT ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ ജോയിൻ്റ് അടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഉപകാരപ്രദമായ ഒരുപാട് വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.